നമസ്കാരം. ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 27 നക്ഷത്രങ്ങളിൽ 7ാമത്തെ നക്ഷത്രമായ പുണർതം അഥവാ പുനർവസുവിനെക്കുറിച്ചാണ്. രാശിചക്രത്തിലെ മിഥുനം, കർക്കിടകം രാശികളിലായി വരുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ്. ദേവത അതിഥിയാണ്. അമ്പും വില്ലും ഈ നക്ഷത്രത്തിന്റെ ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു. ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രം സമാധാനം, ഐക്യം, പുനർജനനം എന്നിവയുടെ പ്രതീകമാണ്. നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുണർതം നക്ഷത്രക്കാർ പൊതുവെ നല്ല സ്വഭാവം, ബുദ്ധിശക്തി, സത്യസന്ധത, അർപ്പണബോധം എന്നിവയുള്ളവരാണ്. ഇവർ ആകർഷകമായ രൂപവും സംസാരശേഷിയും ഉള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരുമായിരിക്കും. ഇവർക്ക് യാത്രകളോടുള്ള താൽപ്പര്യം കൂടുതലായിരിക്കും. ജീവിതത്തിൽ ധർമ്മബോധത്തോടെയും ആത്മീയപരമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നവരാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും തിരിച്ചുവരാനുള്ള കഴിവ് ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ ചില ദോഷകരമായ സ്വഭാവങ്ങളും ഇവർക്കുണ്ട്. ഇവർക്ക് ചഞ്ചല സ്വഭാവം, സ്ഥിരതയില്ലായ്മ, അമിതമായ വിമർശനം എന്നിവ ഉണ്ടാവാം. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അമിതമായ യാത്രകളോടുള്ള താൽപ്പര്യം കാരണം ചിലപ്പോൾ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞേക്കാം. പുണർതം നക്ഷത്രത്തിന്റെ അധിപനായ വ്യാഴം ചെവി, തൊണ്ട, തോളുകൾ, ശ്വാസകോശം, നെഞ്ചെല്ലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്യോതിഷ വിവരങ്ങൾ പ്രകാരം ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ബ്രോങ്കൈറ്റിസ്, ചെവി സംബന്ധമായ രോഗങ്ങൾ, വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സന്ധിവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഇവയ്ക്കുള്ള പരിഹാരമായി ദേവതയായ അതിഥിയെയും വ്യാഴത്തെയും ആരാധിക്കുന്നത് ഉത്തമമാണ്. ഗുരുശാന്തി ഹോമം നടത്തുന്നത് ദോഷപരിഹാരത്തിന് നല്ലതാണ്. ഓം ആദിത്യൈ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ദിവസവും കേൾക്കുന്നതും നല്ല ഫലം നൽകും. പുണർതം നക്ഷത്രക്കാർക്ക് കുടുംബത്തോട് വലിയ സ്നേഹവും പരിഗണനയും ഉണ്ടാകും. ഇവരുടെ ദാമ്പത്യബന്ധം പൊതുവെ സന്തോഷകരമായിരിക്കും. പങ്കാളി വിശ്വസ്തനും നല്ല വീട്ടുകാരനും ആയിരിക്കും. മാതാവിനോട് ഇവർക്ക് പ്രത്യേക അടുപ്പമുണ്ടാകും. സഹോദരങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പുണർതം നക്ഷത്രക്കാരുടെ വൃക്ഷം മുളയാണ്. ഇവരുടെ നക്ഷത്രമൃഗം പെൺപൂച്ചയും പക്ഷി ചെമ്പോത്മാണ്. വ്യാഴത്തിന്റെ രത്നമായ മഞ്ഞപുഷ്യരാഗം ആണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ രത്നം. രത്നം ധരിക്കുമ്പോൾ ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. മഞ്ഞ, ഇളം പച്ച, കടും ചുവപ്പ് എന്നിവയാണ് ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ: വ്യാപാരം, കെട്ടിട നിർമ്മാണം, മതപരമായ ജോലികൾ, പുരോഹിതൻ, ആത്മീയ ഗുരു, ടൂറിസം, ഗതാഗതം, അഭിനേതാക്കൾ, എഴുത്തുകാർ എന്നിവ. ഭഗവാൻ ശ്രീരാമൻ പുണർതം നക്ഷത്രത്തിന്റെ കഴിവുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.